ചക്കക്കുരു വെച്ച് റോസ്റ്റ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ. ഇതാ ചക്കക്കുരുവൊക്കെ കഴുകി വൃത്തിയാക്കി ഇതാ കുക്കറിൽ വെള്ളം ഉപ്പ് ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു വിസിലാകുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം. എന്നിട്ട് നമുക്കൊരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഇതാ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക. പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ ഒക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിയും പിന്നീട് വലിയ സവാള എടുത്തിട്ടുണ്ട്. ഒരു സവാളയാണ്, അതും ഇട്ടൊന്ന് വഴറ്റുക. വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് അരമുറി തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നീട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതും ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതാ റോസ്റ്റ് റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യുന്നു.